എനിക്ക് തോന്നുന്നു ആന്റണിയുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കാർക്കും അങ്ങനെ ആന്റണിയോട് ദേഷ്യം തോന്നാൻ ഒരു കാരണവുമില്ല. ദേഷ്യം തോന്നിയാലും ആന്റണിക്ക് ഒരു പ്രശ്നമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എൻ്റെ മകളുടെയും ശരി അങ്ങനെ തന്നെ ഞാൻ പറയാം. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. സന്തോഷകരമായ ഒരു സായം നേരുന്നു. ഇവിടെ പലരും പറഞ്ഞു ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര ടെൻഷനാണ്, എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ള അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ. ഇവരെന്താണ് പറയാൻ പോകുന്നത്? നിങ്ങളുടെ അതിന്റെ ആൻസറാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് എത്രയും ടെൻഷനിൽ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. ഇതിന്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് 48 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആദ്യത്തെ സിനിമയിൽ നമുക്കൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായി. ഞാൻ ആലോചിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും അത് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് മോമെന്റ് അല്ലേ? ഒരു മകനും മകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആ ഫാമിലിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് ഒരാൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ സിനിമ വരുന്ന കാലത്ത് സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ എന്ന് വലിയൊരു തെറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമ. പലരും നമ്മുടെ ഷൂട്ടിംഗ് സമയത്തൊന്നും പറയാം, മോനെ എനിക്കൊരു മോനുണ്ട്, ഒരു കാശിനെ കൊള്ളൂല, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ വഴക്കുണ്ടാക്കി പോലീസ് വെച്ചിട്ടോ എന്തെങ്കിലും ഒരു ജോലി സിനിമയെ കൊടുക്കും. കാലത്തിൽ നിന്നാണ് വന്നത്. ഞാൻ തമാശ പറഞ്ഞാണ്. പക്ഷെ വളരെയധികം സന്തോഷം. കാര്യം ആദ്യം ഞാൻ ആദ്യം നിങ്ങളോട് എന്താ പറയുക, ജിത്തുവിനോട് നന്ദി പറയുന്നു. കാര്യം എൻ്റെ മോൻ അഭിനയിച്ച സിനിമയിൽ എനിക്കൊരു ചാൻസ് തന്നെ. താങ്ക് യു സോ മച്ച്. സെയിം വിത്ത് ജു. താങ്ക് യു സോ മച്ച് ഫോർ എന്നെ അക്കോമഡേറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് നിങ്ങളോട് ഭയങ്കര രസമായിട്ട്, കാര്യം നിങ്ങളാണ് ആ സിനിമ മുഴുവൻ കണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടിട്ടില്ല അല്ലേ? എൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴും റീറെക്കോർഡ് ചെയ്യുമ്പോഴും ഒക്കെ. അപ്പം നമ്മളൊക്കെ ആ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ ഡബ് ചെയ്യുന്ന ആ ഭാഗം മാത്രമേ കണ്ടുള്ളൂ, പിന്നെ കുറച്ച് കാര്യങ്ങളെ കണ്ടു. എനിക്കും ജോലി പറഞ്ഞ പോലെയാണ്, ഭയങ്കര പ്രതീക്ഷയായിട്ടൊന്നും വരണ്ട, ഒരു സാധാരണ സിനിമയാണ്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാര്യം സിനിമ കണ്ടിട്ടാണ് ആൾക്കാർ തീരുമാനിക്കുന്നത് ഇത് ഭയങ്കര ഒരു സിനിമയാണ്. ഇപ്പൊ എൻ്റെ സുചി പറഞ്ഞു, തുടക്കം എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ആണ്, ആദി എന്ന് പറയുന്ന ഒരു ബിഗിനിങ് ആണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര് തിരനോട്ടം എന്നാണ്, അതൊരു ബിഗിനിങ് ആണ്. കഥകളി ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ തിരശീല മാറ്റി വരുന്നത്, അതൊരു തിരശീല എന്ന് പറയുന്ന ഒരു സ്ക്രീനായിട്ട് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അപ്പം ഇതൊക്കെ ഒരു പ്രീ ഡിസ്റ്റൈൻഡ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ കൂടെ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്കാണ് വിസ്മയ എന്ന് പറയുന്നത്. വിസ്മയ എന്ന് പറയുന്നത് അതൊരു അത്ഭുതമല്ല, അതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു മീനിങ് പറയാൻ പറ്റുന്നില്ല, അത്തരത്തിലാണ്. അപ്പോൾ എൻ്റെ മകൾക്കും എൻ്റെ വീടിനൊക്കെ എനിക്ക് അത് പേരിടാനുണ്ട്. പിന്നെ ജോഗു ഈസ് ലൈക്ക് മൈ സൺ അല്ലെ, എൻ്റെ മോൻ്റെ. അപ്പൊ എൻ്റെ മകളുടെയും സിനിമ അങ്ങനെ തന്നെ ഞാൻ പറയാം, പൂന്നുള്ള രീതിയിലുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു മകളുടെയും സിനിമയിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. ഇതുപോലെ നിങ്ങളുടെയൊക്കെ മക്കളുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ സൈഡ് അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായ ഞാൻ, പക്ഷെ സൈഡ് അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചു, അദ്ദേഹമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു. അത് വലിയ കാര്യമാണ്. ചിലപ്പോൾ അറിയില്ലായിരിക്കും, വെഴുതിയർ പൂക്കൾ എന്നുള്ള സിനിമയിൽ അച്ഛനായിട്ട് എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഒരുപാട് എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ ആക്ടേഴ്സിന്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് അത് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഓരോരുത്തരെ ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാവർക്കും ഞാൻ ലൊക്കേഷൻ ഉണ്ടായിരുന്നു, ഞാൻ ലൊക്കേഷനിൽ പോയിരുന്നു. അപ്പൊ അത് ഞാൻ കണ്ടു, അവർ വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ട്, അങ്ങനെയാണ് ഒരു പിക്നിക്ക് പോലെ വേണം ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കാര്യം നമ്മൾ പണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ശരിക്കും ഒരു ഫാമിലി പോലെയാണ് ഷൂട്ട് ചെയ്തത്. വി ഡോണ്ട് ഫീൽ ലൈക്ക് നമ്മളൊരു ജോലി ചെയ്യുന്നതായിട്ട് തോന്നില്ല. അങ്ങനെ തോന്നുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ഈ സിനിമയിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ആ സിനിമയെ കൊണ്ടുപോകാൻ സഹായിച്ച ആന്റണി പെരുമ്പാവൂരിനും സ്പെഷ്യൽ നന്ദി. ആന്റണി അങ്ങനെയാണ്, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആന്റണി എൻ്റെ കൂടെ 39 വർഷമാണ്. ആ 39 വർഷം കൊണ്ട് സിനിമ എന്താണെന്ന് പഠിച്ച ഒരാളാണ്. അപ്പോൾ
ആ സിനിമയ്ക്ക് വേണ്ടി ആന്റണി എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാവരെയും കംഫർട്ടബിൾ ആക്കാൻ നോക്കും. അതൊക്കെ ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും. എനിക്ക് തോന്നുന്നു ആന്റണിയുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്കാർക്കും അങ്ങനെ ആന്റണിയോട് ദേഷ്യം തോന്നാൻ ഒരു കാരണവുമില്ല. ദേഷ്യം തോന്നിയാലും ആന്റണിക്ക് ഒരു പ്രശ്നമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തമാശയൊക്കെയാണ്. പക്ഷെ എന്തായാലും വളരെ സന്തോഷം ഉള്ള ഒരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ട്രെയിലർ കാണാം, ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കാണാം. വൺസ് അഗൈൻ എല്ലാവർക്കും ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് പലർക്കും മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ണികൃഷ്ണൻ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ എൻ്റെ അമ്മൂമ്മയുടെ ബ്രദറിൻ്റെ മകനാണ്. ഉണ്ണികൃഷ്ണൻ വളരെ കൊച്ചിലെ കാലം നമ്മുടെ വീട്ടിൽ. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ഒരു പുള്ളിക്ക് പോകുന്ന ഒരു വൈകാരിക നിമിഷമാണ്. കാര്യം നമ്മുടെ വീട്ടിൽ വേറെ ആരും അഭിനയിക്കാൻ തുടങ്ങിയിട്ടില്ല, ഞാനാണ് തുടങ്ങിയത്. അപ്പൊ ആ ഒരു ലെഗസിയിലേക്ക് വീണ്ടും അല്ലേ അങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ വലിയ കാര്യം. അപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ നിങ്ങളാണ് ഇത് നോക്കേണ്ടത്, അങ്ങനെയൊക്കെ പറയാം അല്ലേ. നിങ്ങളുടെ ഒരു കൈകളിലേക്കാണ് വരുന്നത്. കൂടെയുള്ള എല്ലാവരും ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവരോടും ഞാൻ എന്താ പറയേണ്ട, ഒരു സ്നേഹം പറയുന്നു. നന്ദി എന്നൊന്നും പറയുന്നില്ല, അതൊക്കെ വലിയ വാക്കുകളാണ്, അത് പറയാൻ പറ്റുന്നില്ല. വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ നല്ല ഒരു ഈവനിങ് ആയി മാറട്ടെ. താങ്ക് യു സുചി ഫോർ ടേക്കിംഗ് കെയർ ഓഫ് മായ. ശാന്തി ആന്റണിയുടെ വൈഫ് ശാന്തി ഫുൾ ടൈം ഉണ്ടായിരുന്നു. ജോക്കു വാസ് വെരി ഹെൽപ്ഫുൾ. ആന്റണിയുടെ മോളുണ്ടായിരുന്നു, പൊന്നു ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി ഇതിനാ മെസ്സി എന്നുള്ള ആ ഡോഗിനെ പോലും ഞാൻ ഇപ്പൊ ആലോചിക്കുന്നു. അതുപോലും അത്രയും നല്ല രസമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചു. അപ്പൊ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു. താങ്ക് യു സോ മച്ച്. തുടക്കം എന്നുള്ളൊരു സിനിമ ഈശ്വരന്റെ കൃപയാൽ വലിയൊരു സക്സസ്ഫുൾ ഫിലിം ആകട്ടെ, ഇങ്ങനെ ഞാൻ പറയുള്ളൂ. അതിനുള്ള ഒരു കാതൽ, അതിനുള്ളൊരു എന്താ പറയണ്ട, ഒരു ആത്മാർത്ഥത, അതിനുള്ളൊരു ജോലി അതിന്റെ പുറകെ പ്രവർത്തിച്ച് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അടക്കം. താങ്ക് യു.